ഹായ്. പെരും മഴ നാട്ടില്, മൂടിയ കാലാവസ്ഥ, എങ്ങോട്ട് പോവാം എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് സുബി അളിയൻ പറഞ്ഞു, എടാ നമ്മളിപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാലമുണ്ട്, ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ല. അതായത് എന്തെങ്കിലും ഒരു സാധനം പണി ചെയ്ത് തീരുന്നതിന് മുമ്പ് വൈറലായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ പാലമാണ്. നമ്മൾ ഇന്ന് പോകുന്ന ആ പാലത്തിലോട്ടാണ്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം നാട്ടില് തൊട്ടടുത്തുള്ള പഞ്ചായത്ത് അമ്പൂരിയിലാണ്. അമ്പൂരി പോയിട്ടുണ്ടോ അളിയ സുബി? അപ്പൊ അമ്പൂരി എന്ന് പറഞ്ഞാടാ നമ്മളെ തൊട്ടടുത്ത് ഉള്ള ഇത്രയും മനോഹരമായ സ്ഥലം, അതായത് എന്തൊക്കെയുണ്ടെന്ന് അവിടെ. അപ്പൊ ഞാൻ മുമ്പുള്ള എന്റെ പല വീഡിയോകളിലും ഞാൻ അമ്പൂരിയിലെ വെറൈറ്റി സ്ഥലങ്ങളെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാടാ? ഗണപതിക്കല്ല്, മായംകടവ്, അമ്പൂരി പാലം, കുരിശുമല, ഇതൊക്കെ കാളിമല, ഇതെല്ലാം അമ്പൂരിയിലാണ്. നമ്മളിപ്പോ കള്ളിക്കാടുന്ന് നെയ്യാർ ഡാം കയറിയേട്ടാ. നെയ്യാർ ഡാമില് വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മളെ പെരും മഴ ആയതുകൊണ്ട് ഇപ്പം ഡാം തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആഹാ, എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞ വന്യമായ കാടും വലിയ മലനിരകൾക്കും ഇടയിലുള്ള വളരെ മനോഹരമായ ഒരു പഞ്ചായത്താണ് അമ്പൂരി. ശരിക്കും ഇനിയും നമ്മൾ പോവാത്ത ഒരുപാട് സ്ഥലമുണ്ട്. ആൾറെഡി മായംകടവ്, ഗണപതിക്കല്ല്, അമ്പൂരി പാലം, ഇങ്ങനെയുള്ളതൊക്കെ എൻ്റെ പ്രീവിയസ് വീഡിയോയിലുണ്ട്. അത് നിങ്ങൾ കാണണം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതിന്റെ ലിങ്കും കൂടെ. അമ്പൂരിയിൽ തന്നെ, അമ്പൂരിയിൽ നിന്ന് ജസ്റ്റ് ഒരു 25 കിലോമീറ്റർ മാറിയ കോതയാർ എന്ന് പറഞ്ഞ് അടിപൊളി തമിഴ്നാട് ബോർഡറിൽ കിടില ഒരു വന്യ പ്രദേശമാണ് അല്ലെ, ചെറിയൊരു ഗ്രാമമാണ്, അടിപൊളിയാണ്. അത് പറ്റുമെങ്കിൽ ഇന്ന് സമയം കിട്ടിയാൽ ഞങ്ങൾ ഈ പാലം കണ്ടിട്ട് അങ്ങോട്ട് പോകും. എന്തായാലും ആ പാലത്തിലെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഈ പാലത്തിന്റെ പ്രത്യേകത, സോഷ്യൽ മീഡിയയിൽ ഉദ്ഘാടനത്തിന് മുമ്പേ വൈറലായ കുമ്പിച്ചൽ പാലം, അമ്പൂരി കുമ്പിച്ചൽ പാലത്തിലോട്ടാണ്. കള്ളിക്കാടിന്ന് ഇവിടുന്ന് അമ്പൂരി വരെ പോകുന്ന റോഡുണ്ടല്ലോ, റോഡൊക്കെ സൂപ്പർ റോഡാണ്. നമ്മൾ കണ്ടു നോക്കി, സൂപ്പർ എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ള റോഡാണിത്. വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള ഒരു റോഡാണ്. ഞാൻ ആദ്യമായിട്ട് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞല്ല. അങ്ങനെ സുബി അളിയ വണ്ടി ഓടിക്കുന്നുണ്ടാണ് ഇതുവരെ ഡയലോഗുകളൊന്നും അടിക്കാത്തത്. അവൻ വണ്ടി ഓടിച്ച പിന്നെ ചുറ്റും നടക്കുന്ന ഒന്നും ശ്രദ്ധിക്കൂല. എല്ലാ വണ്ടിയിലായിരിക്കും ശ്രദ്ധ. അപ്പുറം ഇപ്പുറം പോകുന്ന ആൾക്കാര്, പെമ്പിള്ളേര്, റോഡിൽ നിൽക്കുന്നവരെയൊക്കെ വായി നോക്കാതെ അവൻ പോകൂല. അങ്ങനെയല്ല, വായി നോക്കൂല. അങ്ങനെ അവൻ വണ്ടിയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യും, അല്ലടാ? നമ്മൾ അമ്പൂരി റോഡ് കണ്ട, അമ്പൂരിയെല്ലാം എല്ലാ റോഡും സൂപ്പർ റോഡാണ്. ഇതൊക്കെയാണ് ശരിക്കും സമ്മതിക്കേണ്ടത്. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി അവർ കറക്റ്റാ ചെയ്തിട്ടുണ്ട്. റോഡാണ് ബേസിക്. റോഡില്ലാത്ത എന്ത് വികസനമാണ് നാട്ടില്? പിന്നൊരു കാര്യം, ഉദ്ഘാടനം കഴിയാത്തതുകൊണ്ട് വണ്ടി അകത്തോട്ട് കയറ്റി വിടത്തില്ല. ഉദ്ഘാടനത്തിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഉദ്ഘാടനം ആയിട്ടില്ല, ആവാത്തതുകൊണ്ട് വണ്ടി കയറ്റി വിടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇറങ്ങി നടന്നു പോയി കാണാനില്ല. സംസ്ഥാനത്തെ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലം. ഇത് വെറുമൊരു പാലം മാത്രമല്ല, അമ്പൂരിയിൽ തന്നെ ഒറ്റപ്പെട്ടു പോയ ആദിവാസി മേഖലയിലെ വലിയൊരു ജനസമൂഹത്തിന്റെ ഒരുപാട് വർഷങ്ങൾ നീണ്ടുനിന്ന കാത്തിരിപ്പാണ്, അവരുടെ സ്വപ്നമാണ്, അവരുടെ അഭിമാനമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം. അമ്പൂരിയിലെ ആദിവാസി ഊരുകളിൽ നിന്നും ഉപ്പു മുതൽ കർപ്പൂരം വരെ എന്ത് വാങ്ങണമെങ്കിലും കടന്നു വേണം അമ്പൂരിയിലെ ടൗണുകളിലെത്താൻ. മഴയായാലും വെയിലായാലും കാറ്റായാലും വള്ളം മാത്രമാണ് അവർക്ക് ആശ്രയം. കൂടാതെ കുട്ടികൾക്ക് സ്കൂളിലെത്താനും ആദിവാസി ഊരുകളിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് വന്നാലും ഒരു അത്യാവശ്യം വന്നാലും ഈ വള്ളത്തിലൂടെ വേണം അവർക്ക് അമ്പൂരിയിലെത്താൻ. ഇത്രയും ദുരിതങ്ങളുടെ ഈ പരമ്പരയ്ക്ക് അറുതി വരുത്താനുള്ള ഏക മാർഗം കരിപ്പയാറിന് കുറുകെ കുമ്പിച്ചൽ കടവ് പാലം ഉയർന്നതോടെയാണ്. വഴിയരികിൽ വെച്ച് കണ്ട ചേട്ടൻ പാലത്തെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നത് കേൾക്കാം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്ത് ആറുണ്ട് ഇതുപോലെ. ഈ ഈ നെയ്യാറിന്റെ വെള്ളം തന്നെ. അത് ഈ കയറ്റമില്ലേ, ആ കയറ്റം കയറി താഴോട്ടുള്ള റോഡെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ആറാണ്. ആ ആറ് കുറെ അങ്ങ് ആ മലയുടെ അങ്ങ് ആ കോണ വരെ ഉണ്ട്. അവിടെ ചെന്നിട്ട് പിന്നെ മേളിലോട്ടൊരു വഴിയുണ്ട്. അത് ആ മലയുടെ അടുക്ക ദൂരെ മരം പൊക്കത്തി കാണണ്ട പാറപ്പുറത്ത്. അതിലൂടെ അങ്ങ് പോയി അങ്ങ് മർസൈഡ് ചെല്ലുമ്പോഴത്തേനും വീണ്ടും അതുപോലെ വനമാണ്. വനം അവിടെ നിന്ന് അങ്ങ് മർസൈഡ് ഇറങ്ങിയ ഭയങ്കര ഇറക്കമാണ്. ആ ഇറക്കം ഇറങ്ങി അങ്ങ് ചെല്ലുമ്പോൾ തെമ്മല, അതായത് ഇവിടുത്തെ തെമ്മല.
പാലയുടെ തമ്മല്ല അല്ല അല്ല ഇവിടുത്തെ ഇവിടുത്തെ തമ്മിൽ അങ്ങ് ചെല്ലും. ഈ ഉള്ളിൽ എത്ര കുടുംബങ്ങളുണ്ട്? ഇതിനകത്ത് ഇപ്പൊ ഒരു 150 വീട്ടിനകത്ത് കാണും മൊത്തത്തിൽ ആദിവാസികൾ. ആദിവാസി മേഖലയാണല്ലേ ഏട്ടാ അത്? ആദിവാസി മേഖലയാണ്. ഈ പാലത്തിനപ്പുറം ആദിവാസി മേഖലയാണ്. പക്ഷെ തമ്മിൽ അങ്ങോട്ട് ചെന്ന വീടെല്ലാം നല്ല സെറ്റപ്പ് വീടാണ്. നമ്മുടെ റോഡെല്ലാം ഇന്റർലോക്ക് ചെയ്ത് എല്ലാം വീട് മുറ്റം വീടെന്ന് പറഞ്ഞാൽ ഇത് അത്രയും ഒരു നല്ല വീടുകൾ ഈ നമ്മുടെ ഗ്രാമത്തിനകത്തുണ്ടാവും. അത്ര നല്ല സെറ്റ് വീടുകളാണ്. ഇപ്പൊ ഈ പാലം വന്ന ഭയങ്കര ഒരു ഉപകാരം. പാലം എന്ന് പറയുമ്പോൾ അവർക്ക് നേട്ടം. അല്ലെങ്കിൽ നമ്മുടെ അവര് ഇതിന്റെ മോള് എൻഡിൽ വന്നിട്ട് അങ്ങനെ കയറി അതിലൂടെ പന്തപ്പുലാമൂട് ഒരു പാലം ഉണ്ടല്ലോ, ചെറിയ പാലം, അതുവഴി പോകണം. ബസ് വരുന്ന അതിലേ വരും. കൂട്ടപ്പോ ചെന്നിട്ട് ആറുകാണി ചെന്നിട്ട് തമിഴ്നാടായില്ലേ? തമിഴ്നാട്. ചേട്ടാ പിന്നെ ഇവിടെ അങ്ങനെ അപകടം മരണം അങ്ങനെയൊക്കെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ ഈ കടയിൽ പറ്റില്ല. പിന്നെ അതുകൊണ്ട് അങ്ങ് മുകളിൽ വീട് ഒരു തെങ്ങ് കാണുന്നുണ്ട. അതുകൊണ്ട് ആ ഭാഗത്ത് തെങ്ങ് കാണുന്നുണ്ട് വലസൈഡ്. അതിൻ്റെ അവിടെ 2-3 പേര്, ഒരു സ്കൂൾ കുട്ടി അല്ലാതെ 2-3 പേര്. അവിടെ ഒരു ചങ്ങടം ഉണ്ടായിരുന്നു. രാത്രി കടിച്ചിട്ട് വരണവർ അതിനകത്ത് പിടിച്ചാൽ നിൽക്കില്ല, കയറിലാണ് വരുന്നത്. കുറെ ദൂരം ചെല്ലുമ്പോൾ ഒന്നില്ലാത്തപ്പോൾ പിടിവിടും. ആത്മഹത്യ ചെയ്തവരുണ്ട്. ഒരു കൊച്ചു സ്കൂൾ ഇതൊക്കെ എന്തോ പേരെന്തോ ഇതിന്റെയൊക്കെ? അത് കാണുന്ന തൊടുവെട്ടിപ്പാറ എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യത്തിൽ ഒരു വഴി കാണുന്ന മരം കാണണം. അന്ന് പോയത് തൊടുവെട്ടിപ്പാറ അല്ലേ? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറിയാൽ നേരെ മുകളിൽ വെല്ലി കഴിഞ്ഞ അപ്പുറത്ത് അവിടെ സ്കൂളുണ്ടല്ലോ. അതിന്റെ പേരാണ് സ്കൂള് ഉള്ളത്. പുരയുമല. അത് ഇതുകൊണ്ട് ആ കുന്നിന്റെ ഈ സൈഡ്, ആ കാണുന്ന കുന്നിന്റെ ഈ സൈഡ് ഇതെല്ലാം ആദിവാസി മേഖല അല്ലേ ഏട്ടാ? കംപ്ലീറ്റ് ആദിവാസി മേഖല. ഇതിനപ്പുറം എല്ലാം ആദിവാസി മേഖല. ഈ പാലത്തിനപ്പുറം ഈ കുന്നിന്റെ ഇവിടെ കൂടി ഒരു വഴിയുണ്ട്. ഈ കുന്നില് പോകാനുള്ള വഴിയുണ്ടല്ലേ? കുന്നില് പോകാനുള്ള വഴിയുണ്ട്. ഇന്ന് കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് വലത്തോട്ട് കയറി പോയ ഒരു വഴിയാണ്. വഴി അങ്ങ് മുകളിൽ കയറി പോയി. അതുകൊണ്ട് ഒരു മരം കാണുന്നുണ്ടാ, ഒരു കൊമ്പില്ലാത്ത പോലെ. അതിന്റെ സൈഡിൽ കൂടി വഴിയുണ്ട്. ആ വഴി അങ്ങ് ചേർന്ന നിരപ്പിച്ച് 1990-ൽ പ്രദേശവാസികൾ പ്ലാനിംഗ് ബോർഡിനെ നിരന്തരമായി സമീപിച്ചതിന് പിന്നാലെ ചർച്ചകൾ തുടങ്ങുകയും ഒടുവിൽ CK ഹരീന്ദ്രൻ MLA ആയി വന്നതിന് ശേഷം സംസ്ഥാന ബജറ്റിൽ ഇടം നേടുകയും ചെയ്തു. തുടർന്ന് ദുരിതങ്ങൾക്ക് പ്രതിവിധിയായി വർഷങ്ങൾക്കിപ്പുറം 2025-ൽ പാലം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വന്നു നിൽക്കുകയാണ്. കിഫ്ബി ഫണ്ടിൽ നിന്നും 24,71 ലക്ഷം രൂപ ചെലവിട്ടാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലേറെ ഈ തുരത്തിൽ ഒറ്റപ്പെട്ടു പോയ 11 ആദിവാസി ഊരുകൾക്കും പുറം ലോകത്തേക്ക് എത്താൻ പഞ്ചായത്ത് ഏർപ്പാടാക്കിയ കടത്തുവെള്ളം മാത്രമായിരുന്നു ഏക ആശ്രയം. നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ഗതാഗത യോഗ്യമായ ഒരു പാലം എന്നത്. എന്നാൽ പലതവണ തറക്കല്ലിട്ടെങ്കിലും പാലം എന്നത് ഒരു സ്വപ്നം മാത്രമായി ശേഷിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഭരണാനുമതി ലഭിച്ച പദ്ധതി നിരവധി തടസ്സങ്ങൾക്കൊടുവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 11 മീറ്റർ വീതിയുള്ള പാലത്തിൽ 8 മീറ്റർ റോഡും 2 വശത്ത് നടപ്പാതയുമുണ്ട്. 254 മീറ്റർ നീളവും 12.5 മീറ്റർ ഉയരവുമുള്ള പാലത്തിനടിയിലൂടെ നെയ്യാർ ഡാമിൽ നിന്നും വരുന്ന വിനോദസഞ്ചാരികൾക്ക് ബോട്ടുകൾക്ക് സുഗമമായി പോകാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ ഒറ്റപ്പെട്ടു പോയ ഒരു ജനവാസ മേഖലയെ ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായ ഈ പാലം ഒരിക്കലെങ്കിലും വന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.